പത്മാസ് ടച്ചിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെയേറെ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഒരു പക്ഷേ മനുഷ്യ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആണ് ആ ഒരു കോൺസെപ്റ്റ്, അതായത് ബുദ്ധി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുക്കി കൊണ്ടുവരാൻ പറ്റും നമ്മൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ. ഈ ബുദ്ധിയെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്താണ് ബുദ്ധി? യഥാർത്ഥത്തിലുള്ള ബുദ്ധി പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടി. ക്ലാസ്സിലെ ഒരു ടീച്ചറിനോട് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ആരാണ്? ടീച്ചർ ഉടനെ പറയും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടി. നമ്മുടെ രക്ഷകർത്താക്കളോട് ചോദിച്ചു നോക്കുക, മക്കളിൽ ആർക്കാണ് ബുദ്ധി? ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ തിരുത്തേണ്ടത്. ബുദ്ധി എന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ള ബുദ്ധി മാത്രമല്ല, അത് ബുദ്ധിയുടെ ഒരു ഭാഗം മാത്രമാണ്. ജീവിക്കണമെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ബുദ്ധിയുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡൈമെൻഷൻസ് ഈ കുട്ടികൾക്ക് ആവശ്യമാണ്. അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾക്ക് നല്ല മാർക്ക് മേടിച്ച ഒരുപാട് കുട്ടികൾ അവരുടെ തൊഴിൽ മേഖലകളിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ബുദ്ധിയുടെ എല്ലാ ഡൈമെൻഷൻസും ശരിയായിട്ടും വികാസം പ്രാപിച്ച കുട്ടികൾ അവരേത് മേഖലയിൽ പോയാലും അവർക്ക് ജീവിച്ചു പോകാൻ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇൻ്റലിജൻസിന് 3 വശങ്ങളുണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു തിങ്ക് ലോജിക്കലി, യുക്തിയോടുകൂടി ചിന്തിക്കാൻ പറ്റണം. രണ്ടാമത്തത് പേർപ്പസ്ഫുൾ ആക്ടിങ്, അതായത് വളരെ ആസൂത്രിതമായിട്ട് ചിന്തിക്കാൻ പറ്റണം, ചിന്തിച്ച് പെരുമാറാൻ പറ്റണം. മൂന്നാമത്തത്, നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കേണ്ടി വരുന്നത് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റണം, പ്രശ്നങ്ങളെ നേരിടാൻ പറ്റണം. നമ്മൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഇത് സാധ്യമാകുമോ? മാർക്കിനോടൊപ്പം തന്നെ ഒരു തൊഴിൽ മേഖലയിൽ ചെന്നാലും ഒരു വിവാഹ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലുമൊക്കെ നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ, ഈ 3 കപ്പാസിറ്റി, കഴിവുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ ബുദ്ധിയുള്ള കുട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ലോജിക്കൽ, യുക്തിയോടുകൂടി ചിന്തിക്കാൻ പറ്റുക. രണ്ടാമത്, പേർപ്പസ്ഫുള്ളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക. മൂന്നാമത്, പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിട്ട് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുക. ഇതാണ് ബുദ്ധി. ഇനി ബുദ്ധിയിൽ തന്നെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ബുദ്ധി ഉണ്ട് ഒരു വ്യക്തിക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവർക്ക് 3 കാര്യങ്ങൾ മിനിമം ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ്, പഠിക്കാനുള്ള കഴിവ്. പഠിക്കണമല്ലോ. നമ്മൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നല്ലൊരു സ്റ്റുഡൻറ്റ് പഠിച്ചിരിക്കണം, മാർക്ക് വാങ്ങിച്ചിരിക്കണം. പക്ഷേ അതാണ് എല്ലാ കഴിവെന്നും നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് മാർക്ക് മേടിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഇന്ന് ആരും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഓർഗനൈസേഷൻസിലും തൊഴിൽ മേഖലയിലും ചെയ്യുമ്പോൾ ഇവരുടെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് ജോലിക്ക് എടുക്കുന്നത് പോലും. അപ്പോൾ എങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, അതാണ് വിദ്യാഭ്യാസം. കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അത് വേണം. അതിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയും. രണ്ടാമത്തത് സോഷ്യൽ ഇൻ്റലിജൻസ്. സോഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് സൊസൈറ്റിയിൽ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റില്ല, നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, തൊഴിൽ മേഖലയിൽ എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ള കഴിവുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സോഷ്യൽ ഇൻ്റലിജൻസ് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കഴിവ് വേണം. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഇല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പരാജയം നേരിടും, കുട്ടികൾക്കും വ്യക്തികൾക്കും. ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നു, അതിനെ ഡ്രൈവിംഗ് പഠിച്ചാൽ മാത്രം പോരാ. ഒരു ഓപ്പോസിറ്റായിട്ടൊരു കാർ വരുമ്പോൾ അത് എവിടെ വെച്ച് പാസ് ചെയ്യും, സ്പേസ് ഓറിയൻറ്റേഷൻ വേണം. അത് മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ പടി കയറി പോകുമ്പോൾ 1 2 3 എന്നും പറഞ്ഞ് നോക്കിയല്ല പടി കയറുന്നത്. നമ്മൾക്ക് മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, ഇതാണ് പടികൾ. ആ പടികളിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ എത്ര നിസ്സാരമായിട്ട് കയറി പോകുന്നു, അത് മെക്കാനിക്കൽ ഇൻ്റലിജൻസാണ്. ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവ് മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ആണ്. അതെന്ത് വലിയൊരു കഴിവാണെന്നറിയാമോ?
അടുക്കളയിൽ ഒരു സ്ത്രീക്ക് ആ കൃത്യസമയത്തിനുള്ളിൽ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് വെക്കുകയും അത് മാനേജ് ചെയ്യാനും അത് പോയാൽ ഉടനെ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ, അതിനെ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, സ്പേസ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ മണി മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില കഴിവുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മെക്കാനിക്കൽ ഇൻ്റലിജൻസ് വേണം. അപ്പോൾ ഇൻ്റലിജൻ്റ് ആണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കഴിവ് മാത്രം പോരാ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും പോരാ, അതിനെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് സൗഹാർദ്ദപരമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള കഴിവും വേണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവും വേണം. ഇതിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധി വളർത്തിയെടുക്കാൻ വേണം നമ്മൾ രക്ഷകർത്താക്കളും അധ്യാപകരും പരിശ്രമിക്കേണ്ടത്. ബാക്കി ബുദ്ധിയെപ്പറ്റി അല്ലെങ്കിൽ ഈ ബുദ്ധിയുടെ കൂടുതൽ ആപ്ലിക്കേഷനെ പറ്റി അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.